ഷിരൂരില് അർജുനന്റെ ലോറി കണ്ടെത്തി. ലോറിക്കുള്ളില് അർജുനൻ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ഇപ്പം പറയുന്നത്. ഏതായാലും ലോറി കണ്ട് തിരിച്ചറിഞ്ഞു അതിന്റെ ഉടമസ്ഥൻ മനാഫ്. കേരളം വളരെ ദിവസം ചർച്ച ചെയ്ത ഒരു സംഭവം തന്നെയായിരുന്നു അർജുന്റെ ഷിരൂരിലെ ലോറിയും ആ ലോറിക്കുള്ളിൽ അകപ്പെട്ടു പോയ അർജുനന്റെ അവസ്ഥയും. അത് അവിടെ ഗംഗാവാലി പുഴയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് തള്ളി ആ ലോറിയും അതിനോടൊപ്പം ധാരാളം വാഹനങ്ങളും ആൾക്കാരെയും പുഴയിൽ നിക്ഷേപിച്ച ചരിത്രം. 2024 ജൂലൈ 16 രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. കാർവാറിൽ നിന്ന് ലോറിയിലെ തടിയുമായിട്ട് വന്ന അർജുനൻ ഈ സ്ഥലത്ത് വന്ന് സാധാരണഗതിയിൽ അവിടെയുള്ള ഒരു ചായക്കടയിൽ എല്ലാവരും രാത്രി ലോറിയും വാഹനവും സമീപത്ത് ഇട്ടിട്ട് അവിടെ നിന്ന് ആഹാരം കഴിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ രാത്രി പ്രവർത്തിക്കുന്ന കടയിൽ നിന്ന് ചായയോ കാപ്പിയൊക്കെ കഴിക്കുക. വർഷങ്ങളായി എല്ലാ ലോറിക്കാരും എല്ലാ യാത്രക്കാരും ആ വഴി പോകുന്നവരെല്ലാവരും ഷിരൂര് ഈ ഒരു സ്ഥലത്ത് രാത്രി ഉറക്കളച്ച് വണ്ടി ഓടിച്ച് വരുന്നവരൊക്കെ അവിടെ തമ്പടിച്ച് അവിടെ കുറെ വിശ്രമിച്ച് പോവുക പതിവാണ്. ഈ ലോറിയും അതുപോലെ തടി കയറി വന്നു. അത് നാഷണൽ ഹൈവേ 66 ഗംഗാവാലി പുഴയുടെ തീരത്തുകൂടിയാണ് അത് ആ റോഡ് പോകുന്നത്. വളരെ വീതിയുള്ള ഒരു റോഡാണ്. ആ റോഡിന്റെ ഒരു വശത്ത് കിഴുക്കാൻ തൂക്കായ മലയാണ്, ഫോറസ്റ്റാണ്, മണ്ണിടിച്ചിൽ സർവ്വസാധാരണമാണ്. 2024 ജൂലൈ 16 രാത്രിയിൽ അവിടെ ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിലെ ആ മലയിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് റോഡിലേക്ക് വീണ് റോഡിൽ നിന്ന് അവിടെ ആ മലയുടെ സൈഡിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രിസിറ്റിയുടെ വലിയ ടവർ ഉൾപ്പെടെ താഴെ വന്ന് ആ വഴി ഗംഗാവാലി പുഴയിലേക്ക് ധാരാളം വാഹനങ്ങളും അവിടെ പാർക്ക് ചെയ്യുന്ന വീടുകളും ഉൾപ്പെടെ എല്ലാം തൂത്തുപിറക്കി ഈ മണ്ണ് ആ ഗംഗാവാലി പുഴയിൽ നിക്ഷേപിച്ചു. നല്ല ആഴമുള്ള പുഴയിൽ പല സ്ഥലത്ത് ചെറിയ ചെറിയ കുന്നുകൾ ഈ മണ്ണും കല്ലും വന്ന് നിറഞ്ഞ് രൂപം കൊണ്ടുപോയി ചെയ്തു. കോഴിക്കോട്ടുള്ള നമ്മുടെ അർജുനന്റെ ലോറിയും അർജുനും ഡിസപ്പിയർ ചെയ്തു, അപ്രത്യക്ഷമായി. ഏതായാലും അർജുൻ്റെ വീട്ടുകാരും അർജുൻ്റെ സഹോദരിയും സഹോദരി ഭർത്താവും അമ്മയും അവരെല്ലാം വളരെയധികം വിഷമിച്ച് അവരെല്ലാം ഈ ലോറിക്കുള്ളിൽ മകനുണ്ട് എന്ന് അന്ന് പോലെ പറയുന്നുണ്ട്. കാരണം മണ്ണിടിഞ്ഞ് ലോറിയുമായിട്ട് ഗംഗാവാലി പുഴയിലേക്ക് പോയിട്ടും അർജുനൻ്റെ മൊബൈൽ ഫോണ് ഏകദേശം 48 മണിക്കൂർ 52 മണിക്കൂർ ഓണായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് കുടുങ്ങിപ്പോയി അതിൻ്റെ മുകളിൽ മുഴുവൻ മണ്ണ് വന്ന് വീണു. അർജുൻ രക്ഷപ്പെടാൻ സാധിച്ചില്ല. ക്യാബിനകത്ത് ഏകദേശം 2 ദിവസത്തോളം ജീവനോടെ കിടന്നിരിക്കാം എന്നാണ് കരുതുന്നത്. ഇപ്പം ഗംഗാവാലി പുഴയിൽ നിന്ന് നേവിയുടെ ആ ട്രെച്ചർ വന്ന ശേഷം അവരുടെ ശ്രമഫലമായി ഇന്ന് 10 മണി 11 മണിക്ക് അവർ ആ ലോറി കണ്ടെത്തി. ലോറി ഉയർത്തി. 3 മണിയായപ്പോൾ ലോറി ഉയർത്തിയിരിക്കുന്ന ഇന്ന് ബുധനാഴ്ച അതിനുള്ളിൽ ജഡമുണ്ട് എന്ന് മനാഫ് ലോറിയുടെ ഉടമ പറയുന്നു. തൻ്റെ ലോറിയാണ് ഇതെന്നും ഐഡന്റിഫൈ ചെയ്തു. ഇന്നലെ മിനിഞ്ഞാന്നും അവിടെ ട്രെജർ വന്നു കഴിഞ്ഞപ്പം അവിടെ ഈ ലോറിയിലുണ്ടായിരുന്ന 1-2 തടിക്കഷ്ണം കിട്ടി. ലോറിയുടെ ബമ്പറിന്റെ ചില ഭാഗങ്ങൾ കിട്ടി. അത് ഉടമസ്ഥൻ അത് ഐഡന്റിഫൈ ചെയ്തു. കുറെ കയറ് കിട്ടി അവിടുന്ന്, ലോറിയിലെ തടി കിട്ടിയിരുന്നത്. അപ്പൊ അവിടെ തന്നെ ഉണ്ട് എന്ന് എല്ലാവരും ഫിക്സ് ചെയ്തു. ഏതായാലും ഇന്ന് 10 മണിയായപ്പം ലോറി പതുക്കെ കണ്ടെത്തി. ആ ലോറി ഇന്നിപ്പോൾ ഉയർത്തി. 3 മണിക്ക് ഉയർത്തി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് തൻ്റെ ലോറി എന്ന് ഉടമ മനാഫ് പറഞ്ഞു. അതിനുള്ളിൽ അർജുൻ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അസ്ഥിഭഞ്ജനമായിട്ടുണ്ടാവും. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് വാർത്ത വരുന്നുണ്ട്. ഏതായാലും കാർവാറിലെ MLA അവിടെ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ കളക്ടർ വരണം. അർജുനെ മിസ്സായതിന് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് എടുത്തിട്ടുണ്ടാവും. അത് ഇനി ഈ സ്കെലിറ്റൻ ഇതിനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഉയർത്തി നിർത്തിയിരിക്കുന്നേ എങ്കിലും വാർത്തകൾ പുറത്തോട്ട് വന്നു. ആ സ്കെലിറ്റൻ തീർച്ചയായിട്ടും അർജുൻ്റെ ആണ് എന്ന് കണ്ടെത്തണം. ഇനി അവിടെ 2 പേരുടെയും കൂടെ ആ ഭാഗത്ത് വെച്ച് 2 പേരും കൂടെ ഡിസപ്പിയർ ചെയ്തിട്ടുണ്ട്. അവരെ ലഭിച്ചിട്ടില്ല. ഏതായാലും
ഏകദേശം 72ാമത്തെ ദിവസമാണ് നമുക്ക് അർജുൻ്റെ വാഹനം ആ ഗംഗാവാലി പുഴയിൽ നിന്ന് ഉയർത്താൻ കഴിഞ്ഞത്. നിരന്തരം അർജുൻ്റെ അമ്മയും സഹോദരിയും സഹോദരിയുടെ ഭർത്താവും അവരുടെ വീട്ടുകാരും അവിടുത്തെ MP MK രാഘവനും എല്ലാവരും നിരന്തരമായി ഈ സ്ഥലങ്ങളിൽ വന്നും പോയി അവിടെ ഓരോരോ രക്ഷാപ്രവർത്തനത്തിന് അവരുടെ പങ്കുചേർന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും അവിടുത്തെ കളക്ടറും അവിടുത്തെ MLAയും അത് തുടക്കം മുതൽ അവിടെ ഉണ്ട്. എല്ലാ കാര്യത്തിനും അവർ മുമ്പിലുണ്ട്. അവിടെ 3 പേരുടെ മൃതദേഹം കിട്ടാനുണ്ട്, 3 പേരും മണ്ണിനടിയിൽ ഉണ്ട് എന്ന് കരുതി ഇനിയും 2-3-4 വാഹനങ്ങളുടെ ഉണ്ട് എന്ന് വിശ്വസിച്ചിരിക്കുന്ന അത് ഏകദേശം ശരിയുമായിരുന്നു. ഏതായാലും 72ാമത്തെ ദിവസം നമുക്ക് ആ ലോറി, മനാഫിന്റെ ലോറി പൊക്കിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ളിൽ ആ മൃതശരീരം ഉണ്ട്, കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനാഫും പറയുന്നത്. എന്തായാലും ആ വീട്ടുകാരുടെ ശ്രമം, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, ചെറുപ്പക്കാരിയ ഭാര്യ, ഒരു കൊച്ചുണ്ട്, അവരെയൊക്കെ അവരുടെ മുഖമൊക്കെ നമ്മൾ ഇന്ന് ഓർത്തിരിക്കുന്നു. അതുങ്ങളുടെ ദുഃഖസാന്ദ്രമായ ആ മുഖം 72ാമത്തെ ദിവസം അവർ അടുത്ത ദിവസങ്ങൾ ആ വീട്ടുകാർ പറയുന്നു തീർച്ചയായിട്ടും ആ ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങി തന്നെ കിടപ്പുണ്ട്, വേറെ എങ്ങും പോവില്ല എന്ന ആത്മവിശ്വാസത്തോടെ അതിൻ്റെ ഉടമസ്ഥൻ മനാഫും അവരും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ എല്ലാവരുടെ ശ്രദ്ധയിലുണ്ട്. നമുക്ക് ആ തരത്തിൽ ഈ ആളെ കണ്ടെത്താനും ആ വാഹനം കണ്ടെത്താനും അവിടെ അഹോരാത്രം പണി ചെയ്ത ഒരു മനുഷ്യനുണ്ട്, അവിടുത്തെ ഈശ്വര മാൽപ്പ. അയാളെ നമുക്ക് മറക്കാൻ കഴിയില്ല. അയാളും ഈ ശ്രമത്തിൻ്റെ തുടക്കം മുതൽ അത് പല സന്ദർഭത്തിലും ജീവൻ അപകടത്തിൽപ്പെട്ടിട്ട് ആണെങ്കിലും അദ്ദേഹം വെള്ളത്തിൽ കയറുകെട്ടി ഇറങ്ങി ആ ഭാഗത്ത് തന്നെ ലോറി ഉണ്ട്, ഏത് ലോറി എന്ന് കൃത്യമല്ല എങ്കിലും അവിടെ ഉണ്ട് എന്ന് മാൽപ്പ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ നല്ല മനുഷ്യനെ ഇത്തരത്തിൽ നമ്മൾ സ്മരിക്കുന്നു. അവിടുത്തെ കാർവാറിലെ MLA ഏതായാലും അതിൽ നിന്ന് പിന്മാറാതെ കൂടെ നിന്നു. അത് അവിടുത്തെ കളക്ടറും അങ്ങനെ തന്നെ, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ട അർജുൻ്റെ ബോഡി അതിനകത്ത് ഉണ്ട് എന്ന് അതിൻ്റെ ഉടമസ്ഥൻ പറയുന്നുണ്ട് ലോറിയുടെ. അതുകൊണ്ട് വാർത്ത നല്ലതാണ്. ആ വീട്ടുകാർക്ക് തൻ്റെ മകനെ പറ്റി ഡിസപ്പിയർ ചെയ്തിട്ട് അപ്രത്യക്ഷമായിട്ട് ഒരു വിവരവും ഇല്ലാതെ 72 ദിവസം കണ്ണീർ വാഴ്ത്തിയിരിക്കുന്ന അമ്മയ്ക്കും ഭാര്യയ്ക്കും സഹോദരിക്കും സഹോദരി ഭർത്താവിനും അവരുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അല്പസ്വല്പം ആശ്വാസമെങ്കിലും ബോഡിയെങ്കിലും തൻ്റെ മകൻ്റെ ബോഡിയെങ്കിലും കാണാൻ കഴിയും എന്ന് അമ്മയ്ക്ക് വിശ്വസിക്കാം. ഏതായാലും നടപടിക്രമങ്ങൾ ധാരാളം ഉണ്ട്. കാരണം അവിടെ മെയിൻ മിസ്സിങ്ങിനാണ് കേസെടുത്തിരിക്കുന്നത്. അത് ഡ്രൗണിങ് ആണ്. ഇനിയിപ്പം ഡ്രൗണിങ് ആയിട്ട് കണക്കാക്കേണ്ടി വരും. ആ ഡ്രൗണിങ്ങിൽ മരിച്ച അർജുൻ തന്നെയാണ് ആ ക്യാബിനകത്ത് കിടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. DNA പരീക്ഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ബന്ധുക്കളുടെ ബ്ലഡും ഒക്കെ പോലീസ് സാമ്പിൾ എടുക്കും. ഈ സ്കെലിറ്റൻ അത് കൃത്യമായി അർജുൻ്റെ ആണ് എന്ന് സ്ഥാപിച്ചും കഴിഞ്ഞ് മാത്രമേ ആ സ്കെലിറ്റൻ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ കഴിയുള്ളൂ. മരണത്തിന് ശേഷമുള്ള കർമ്മങ്ങൾ അവർക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അവരുടെ പ്രാർത്ഥന എല്ലാം ഈശ്വരൻ കേട്ടു എന്നേ പറയാൻ ഒക്കുള്ളൂ. കാരണം മകനെ ഡിസപ്പിയർ ചെയ്ത് വെള്ളത്തിൽ പോയി, ആ ഭാഗത്തെങ്ങും ഇല്ല, ആൾ എന്നേക്കായി അപ്രത്യക്ഷ എങ്കിലും വീട്ടുകാർ അവരുടെ ബന്ധുക്കളും ആ പ്രത്യാശ വെച്ച് പുലർത്തിക്കൊണ്ടേയിരുന്നു. അവർ തങ്ങളുടെ മകൻ്റെ ഡെഡ് ബോഡിയെങ്കിലും കിട്ടണം എന്ന് അവർ പ്രാർത്ഥിച്ചു. അതിന് ഫലം കണ്ടു. ഇതുപോലെ ഉള്ള പല സംഭവങ്ങളും നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും നിരന്തരമായി തൻ്റെ മകനെ അവിടെ തന്നെ ഉണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും സഹോദരി ഭർത്താവും ഒക്കെ അവിടെ നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ആ കുടുംബത്തിൻ്റെ സ്നേഹം, ഭദ്രതയൊക്കെ നമ്മൾ അവിടെ നിന്ന് കാണാൻ സാധിച്ചു. ഏതായാലും അതിനൊരു പര്യവസാനം വന്നിരിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്.